ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം പോകാൻ പോകുന്നത് തിരുച്ചിട്ടപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നെടുമങ്ങാട് വെമ്പായം പോകുന്ന റൂട്ടിലുള്ള ഒരു സ്ഥലമാണ് തിരുച്ചിട്ടപ്പാറ. നമ്മുടെ ഹനുമാനുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സ്ഥലമാണിത്. എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഇതാണ് ആ സ്ഥലം, തിരുച്ചിട്ടപ്പാറ. നമ്മൾ നെടുമങ്ങാട് നിന്നും വെമ്പായം വരുന്ന റൂട്ടിൽ വേങ്കവിള കഴിഞ്ഞിട്ട് താന്നിമൂട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ തിരുച്ചിട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം. കുറേ ഫ്രണ്ട്സും ഉണ്ട് നമ്മളെ കൂടെ ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടെയാണ് നമ്മളിപ്പം മണ്ടയിലോട്ട് പോകാൻ പോകുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ മണ്ടയിലോട്ട് കയറാനുള്ളത്. കാണുന്ന പാറക്കെട്ടുകളൊക്കെ കയറി വേണം മുകളിൽ പോവാൻ. അത്ര എളുപ്പമല്ല. സാധാരണ മലനിരകളിൽ പോകുന്നതിനേക്കാളും പാടാണ് ഇവിടെ കയറാൻ. ഇത് കണ്ട, ഇത് വണ്ടിൻ്റെ കൂട്ടമാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാറ്റല്ലേ? നമ്മൾ ഏകദേശം എത്താറായി. ഇതുവഴിയാണ് കയറി വന്നത്. മരുന്ന് ചെടിയാണല്ലേ? വേണ്ട, പനിക്കൂർക്ക. പനിക്കൂർക്ക പനിക്കൂർക്ക അല്ലേ? ഓ, ഇത് അമ്പലം. ഇവിടെ നോക്കിയാ ഈ സ്ഥലത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടികളൊക്കെ ഉണ്ട്. വേണ്ട, രണ്ട് സൈഡിൽ പനികൂർക്ക, ഞവര. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് വൈകുന്നേരം തുറക്കുള്ളൂ, ഇപ്പം അടച്ചിട്ടൊക്കെയാണ്. നമ്മൾ അമ്പലം എത്തി. ഇവിടെ ഒരു കുളമുണ്ട്, കാണിച്ചു തരാം. വേണ്ട, ഈ പാറയുടെ മുകളിലുള്ള ഒരു കുളമാണ്. മീനൊക്കെ ഉണ്ട്. മുകളിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മളിതാ ഇവിടെ ഏകദേശം ടോപ്പ് എത്താറായി. കിടില സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഹനുമാൻ്റെ കാൽപാദം പോലെയുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ.
ഇതെന്താണ് സംഭവം? ഇത് നോക്കാം. ഇത് അടുത്ത് പയ്യന്മാർ താഴോട്ട് പോവേണേ. ഞാൻ ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് താഴോട്ട് പോവും. ഇതാണ് ഹനുമാൻ്റെ അമ്പലം. ഇതാ ഈ കാണുന്നത് ഹനുമാൻ ക്ഷേത്രമാണ്. ഇവിടെ അടച്ചിട്ടൊക്കെയാണ് ഇപ്പം. ഈ സ്ഥലത്തിന് തിരുച്ചിട്ടപ്പാറ എന്ന പേര് വന്നത് എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ രാവണനും രാമനും തമ്മിൽ യുദ്ധം നടന്ന സമയം ലക്ഷ്മണന് പരിക്ക് പറ്റി. അപ്പം ഈ ലക്ഷ്മണൻ്റെ പരിക്ക് മാറ്റാൻ വേണ്ടി മരുദ്വാർ മലയിലുള്ള ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഹനുമാൻ മരുദ്വാർ മല അന്വേഷിച്ചിറങ്ങുകയും മരുദ്വാർ മലയാണെന്ന് വിചാരിച്ച് ഈ സ്ഥലത്ത് ഈ പാറ കൊണ്ടുപോവുകയും പിന്നീട് അതല്ല എന്ന് മനസ്സിലാക്കി തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് തിരുച്ചിട്ടപ്പാറ എന്ന പേര് വന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ചിത്രശലഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കണ്ട ചിത്രശലഭം തേൻ കുടിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദൂരെയെല്ലാം അഗസ്ത്യാർ മലനിരകളും പൊന്മുടിയും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നെടുമങ്ങാട് പട്ടണം, അതുപോലെ വെമ്പായം, ആ സ്ഥലങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും. ടെക്നോ പാർക്ക് കാണാൻ പറ്റും. ഒരു ആള് വന്നിട്ടുണ്ട്. പ്ലേസ് എവിടെയാണ്? പ്ലേസ് I'm staying in Jagati. Actually, my native place is West Bengal, Darjeeling. Okay. But I live here almost 7 years now. Okay. Okay. How you heard about this place? Like Google. Google. Yeah. Okay. Google helped me out this place. Okay. I visit so many places here. Okay. Not this also. A lot of the Punmudi, Varka, this Maya Dam, like that. Okay. ഇപ്പം പുള്ളി ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ഒരാളാണ്. ഇപ്പം ഇവിടെ വന്നിരിക്കുകയാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് ഇവിടെ ഇപ്പം വരുന്നുണ്ട് ഈ സ്ഥലത്തിനെ പറ്റി അറിയാനും എല്ലാം വേണ്ടിയിട്ടൊക്കെ. ഈ പ്ലേസ് വഴി കുറച്ച് താഴോട്ട് ഇറങ്ങുവാണേ. അവിടെയും കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മനോഹരമായ കാടുകൾ, പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. ഇതുവഴി ഇറങ്ങണം. വളരെ സൂക്ഷിച്ച് ഇറങ്ങണം, ഇല്ലെങ്കിൽ പണി കിട്ടും. കണ്ട ഈ സ്ഥലത്ത് കാണുന്ന പാറക്കല്ലിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കാണിച്ചു തരാം. കണ്ട ഇത് ഇവിടുന്ന് കിട്ടിയതാണ്. ഇത് വെച്ച് നമുക്കിവിടെ പേരൊക്കെ എഴുതാൻ പറ്റും. കണ്ട ഇതുപോലെ ഒരുപാട് കല്ലിവിടെ ഉണ്ട്. നമ്മളിതാ ഇതിൻ്റെ മണ്ടയിൽ നിന്നാണ് ഇപ്പം താഴോട്ട് ഇറങ്ങി വന്നത്. ഇത് തിരിച്ചു പോകുന്ന വഴിയല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് റിസ്ക് പിടിച്ച സ്ഥലങ്ങളാണ്. മഴയൊക്കെ ഉള്ള സമയത്ത് ആരും ഇങ്ങോട്ട് വരരുത്, ഡേഞ്ചറസ് ആണ്. നമ്മുടെ കൂടെ വന്ന പിള്ളേരിതാ ഇവിടെ എൻജോയ് ചെയ്യാണ്. കണ്ട ഗ്രൂപ്പായിട്ടൊക്കെ വരണവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അഡ്വഞ്ചറും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലം. പന്നിയുണ്ട്, പന്നി, അതുപോലെ കുരങ്ങ്, മയില്, പിന്നെ വേറെ ഏതൊക്കെ മൃഗങ്ങളുണ്ട് ഇവിടെ? മുള്ളംപന്നി, കാട്ടുപന്നി, കുരങ്ങ്, അങ്ങനെയുള്ള മയിൽ, അങ്ങനെയുള്ള വന്യജീവികളൊക്കെ ഇവിടെ ഉണ്ട്. പന്നിയാണ് ഏറ്റവും കൂടുതലുള്ളത്. മുള്ളംപന്നി. ഇപ്പം വരുന്നവർ ശ്രദ്ധിക്കണം. പയ്യന്മാരിവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട ജീപ്പിന്റെ പാട്. കുപ്പിച്ചില്ലുണ്ടല്ലേ?
നമ്മൾ വേറൊരു സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ തന്നെയുള്ള മറ്റൊരു സ്പോട്ട്. എവിടെ ഇതുണ്ടോ ഒരു മരം? അതെന്ത് ചെയ്തായിരിക്കും? ഇടിമിന്നൽ വീണതെന്നാണ് പറയുന്നത്. നമ്മളൊരു കിടിലൻ സ്പോട്ട് വന്നു. ആ അതാണ് ഞാൻ ഇതുവരെ പോയതിൽ ഏറ്റവും നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് നല്ല അഡ്വഞ്ചറിന് പറ്റിയ സ്ഥലമാണ്. ഒരു രക്ഷയില്ലാത്ത കിടില സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അധികം ആരും വന്നിട്ടില്ല. അടിപൊളി സ്ഥലങ്ങള്. കിടില സ്ഥലമാണ്, ഒരു രക്ഷയുമില്ല. അതായത് തിരുവനന്തപുരം ജില്ലയിൽ അഡ്വഞ്ചറായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. എല്ലാവരും വരണം. ഗ്യാങ്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയ, അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇല്ല, സൂമിങ് കുറവാണ്. സാംസങ് ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴേ അൾട്രാ ഉണ്ടോ? അടിപൊളി സ്ഥലമാണ്. കണ്ടു. കുരങ്ങന്മാരൊക്കെ ഈ പാറയുടെ ഇടയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുണ്ട്. കുരങ്ങൻ, പന്നി ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് പോകണം. പൊന്മുടി പോയിട്ടുണ്ട്. വേണ്ട ഈ സാധനം അവിടെ നിൽക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് റിസ്ക് ആണല്ലേ. വാവ്, ഇത് മറ്റൊരു സ്പോട്ടാണ് ഇവിടുത്തെ. നമ്മളിത് കയറി വന്ന് മുകളിൽ അമ്പലത്തിൻ്റെ അവിടെ മാത്രമല്ല, താഴോട്ട് ഇറങ്ങി വന്നാൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ്, താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള സ്പോട്ടൊക്കെ ഉള്ളത്. ഒരു കുറ്റിക്കാടിൻ്റെ നടുക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നല്ല കാറ്റാണ്. കിട്ടുന്ന സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് പോവാം. കാടും മലയും താണ്ടിയാണ് ഓരോ യാത്ര. അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ഇതാണ്.
ഇതാണ് അമ്പലം. അകത്തൂടെയുള്ളൊരു ഗുഹ കണ്ട. ഇതിനകത്തൊരു ഗുഹയുണ്ട്, പക്ഷെ അങ്ങോട്ട് ഇപ്പം ഇറങ്ങാൻ പറ്റൂല. അടുത്ത ഇതിൽ കാണാം. ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓ ഓടാ ഓടാ, ഇനി കാണാം. ബൈ. ഈ സ്ഥലത്തിനോട് വിട പറയുകയാണ്. ഇനി അഡ്വഞ്ചർ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. ബൈ.